അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് സമൂഹത്തിൽ ധാരാളം ആളുകളും ജീവിതത്തിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ബാങ്കിലെ അടവ് മാസം അടക്കാൻ കഴിയാതെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതുപോലെ തന്നെ ധാരാളം ആളുകളുണ്ട് മറ്റുള്ള ആളുകളിൽ നിന്നും കടം വാങ്ങിയിട്ട് അത് തിരികെ കൊടുക്കാൻ കഴിയാതെ കടക്കാരെ പേടിച്ച് അവർ വീടിൻ്റെ വെളിയിൽ പോലും ഇറങ്ങാതെ എന്നും വലിയ വിഷമം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം മറ്റു ചില വിഭാഗം ആളുകളുണ്ട്, അവർക്ക് കടം ഒന്നും ഉണ്ടാകില്ല, എന്നാലോ അവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടാകില്ല, ദാരിദ്ര്യമായിരിക്കും അവരുടെ ജീവിതം. അവർക്ക് വീടെടുത്തു കൊടുത്തതും അവരുടെ വീട്ടിലെ ചിലവ് നോക്കുന്നതും കുട്ടികളുടെ പഠനത്തിൻ്റെ ചിലവ് നോക്കുന്നതും എല്ലാം തന്നെ മറ്റുള്ള ആളുകളായിരിക്കും. മറ്റുള്ളവരുടെ സഹായത്താൽ ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ ആരും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ആരുടെയും മുന്നിൽ കൈനീട്ടാതെ തലകുനിക്കാതെ നല്ല അന്തസ്സോടുകൂടിയും അഭിമാനത്തോടുകൂടിയും ജീവിക്കാൻ. എന്നാൽ സാഹചര്യം കാരണമായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ജീവിക്കാൻ ഇടയാകുന്നത്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എത്ര തന്നെ വലിയ കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടങ്ങൾ വീടിക്കിട്ടുകയും നിങ്ങൾക്ക് പിന്നീട് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നല്ല ശമ്പളമുള്ള ജോലിയായിട്ടോ അല്ലെങ്കിൽ നല്ല ബിസിനസ് അവസരങ്ങളായിട്ടോ നിങ്ങൾക്ക് നൽകുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വലിയ വലിയ കടങ്ങളുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അത് വീടില്ല എന്ന് ഉറപ്പിച്ച വലിയ വലിയ കടങ്ങൾ പോലും അവർക്ക് വീട് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല എത്രയോ ആളുകൾ അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാൻ ഇത് വലിയ കാരണമായിട്ടുണ്ട്. അപ്പോൾ അത്രക്കും വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് ഇത്. കാരണം ഇത് നമ്മുടെ നബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. എന്നാൽ ഈ കാര്യം നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം ഇന്ന് ധാരാളം ആളുകളും വലിയ കടക്കാരാകുന്നത് പലിശ വാങ്ങുന്നത് കൊണ്ടാണ്, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് കൊണ്ടാണ്. കാര്യം നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കായിരിക്കും. അതായത് നമുക്കൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം വാങ്ങിക്കാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പെൺമക്കളെ കെട്ടിച്ചയക്കാൻ ഒക്കെയായിരിക്കും നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത്. ഈ സമയത്താണ് ധാരാളം ആളുകളും ശൈത്താൻ്റെ തിരിപ്പിൽപ്പെട്ട് ഹലാലും ഹറാമും മറന്നുകൊണ്ട് അവസാനം അവർ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ പലിശയുമായി ബന്ധപ്പെട്ട് ജീവിച്ചാൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മരണം വരെ കടത്തിൽ നിന്നും കരകയറുകയില്ല. പലിശ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഞാൻ അതിലേക്കൊന്നും ഇന്ന് കടക്കുന്നില്ല, കാരണം ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പലിശ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാര്യവും ഇതുവരെ ആർക്കും പരിഹരിക്കപ്പെട്ടിട്ടില്ല, ഇനി അത് പരിഹരിക്കപ്പെടുകയുമില്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയോ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, പലിശ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പലിശ അടക്കാൻ വേണ്ടിയിട്ട് തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയിട്ടോ അല്ലാതെയോ നിങ്ങൾ അതിൽ അകപ്പെട്ട് വലിയ കടക്കാരായി ജീവിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് ആ കടക്കെണിയിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും കരകയറാൻ കഴിയുകയില്ല. മാത്രമല്ല ജീവിതത്തിൽ ഒരു ബറക്കത്തും ഉണ്ടാകില്ല, സന്തോഷവും സമാധാനവും ഉണ്ടാകില്ല. ജീവിതം തന്നെ മടുത്തുകൊണ്ടിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ഉണ്ടാകുക.
എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്തരത്തിലുള്ള ആളുകൾ പലിശയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുക, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ പലിശയിൽ നിന്നും രക്ഷപ്പെട്ട് നിങ്ങളുടെ കടങ്ങളെല്ലാം വീടി നല്ല സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം ലഭിക്കുകയും ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ വിജയിക്കുകയുമുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും പലിശയെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കടങ്ങൾ വീടാനും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും ഉള്ള സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാകുവാനുമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നെ നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ കടങ്ങൾ വീടും. എന്നാൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങളുടെ കടങ്ങൾ വീടുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും. ഇനി നിങ്ങൾ ചുരുങ്ങിയത് ഒരു 7 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങളുടെ കടങ്ങൾ വീടാനുള്ള മാർഗങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തരും. അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ തന്നെ തുടങ്ങി തുടർച്ചയായിട്ട് 7 ദിവസം ഇത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നാം എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെറിയ സൂറത്തായ അലം നശ്റഹ് ലക സദ്റക എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് നിങ്ങൾ 40 പ്രാവശ്യം ഓതുക. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് 7 ദിവസം ചെയ്താൽ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും 5 വക്ത് നിസ്കാരം, ഫർള് നിസ്കാരം നിസ്കരിക്കുന്നവരാണ്. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ദിക്റുകളും ദുആകളും സ്വലാത്തുകളുമെല്ലാം കഴിഞ്ഞതിന് ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് നമ്മുടെ കടങ്ങൾ വീടി കിട്ടണമെന്നുള്ള നല്ല വിശ്വാസത്തോടു കൂടി അലം നശ്റഹ് ലക സദ്റക എന്ന് തുടങ്ങുന്ന ഈ ചെറിയ സൂറത്ത് നമ്മൾ ഓതിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നതും നമ്മൾ ഇതുപോലെ പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഉണ്ടാകില്ല, ജീവിതത്തിൽ പണത്തിനൊരു ബുദ്ധിമുട്ടും അതുകൊണ്ട് നമുക്ക് ഉണ്ടാകില്ല. മാത്രമല്ല നമ്മുടെ ഉള്ള സമ്പത്തിൽ നല്ല ബറക്കത്തും അല്ലാഹു ചൊരിഞ്ഞു നൽകുകയും ചെയ്യും. അതുകൊണ്ട് കടങ്ങൾ ഉള്ളവർ ഇത് 7 ദിവസം തുടർച്ചയായിട്ട് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 40 പ്രാവശ്യം ഓതുക. കഴിയുന്നതും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഇത് 40 പ്രാവശ്യം പതിവാക്കുക. എന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നേട്ടമാണ് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. ഇനി ഞാൻ രണ്ടാമതായിട്ട് പറയുന്നത്, നാം എല്ലാവരും മദ്രസയിൽ പഠിക്കുന്ന കാലത്തും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലുമൊക്കെ നമ്മുടെ ഉമ്മയും ഉപ്പയും നാമൊക്കെയും ഓതി വരുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിയ. ഈ സൂറത്തിനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ സൂറത്ത് ഓതുന്ന ആളുകൾക്ക് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വന്നു ചേരുകയില്ല, സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് നമ്മുടെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു വട്ടം പതിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങൾ നിങ്ങൾക്ക് വീടിക്കിട്ടുന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് 2 ദിക്റുകളാണ്. അതിൽ ഒന്നാമത്തേത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇനി രണ്ടാമത്തെ ദിക്റാണ്
ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ഈ 2 ദിക്റും നിങ്ങൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ 100 പ്രാവശ്യം എല്ലാ ദിവസവും പതിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാ കടങ്ങളും വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ എന്നുള്ളത് വലിയ പോരിശയുള്ള ദിക്റാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്നത് കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, നിങ്ങളുടെ കടങ്ങൾ വീടുവാനും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും സ്വാലിഹത്തായ സന്താനങ്ങൾ ഉണ്ടാകുവാനും കുട്ടികളില്ലാത്ത ആളുകളൊക്കെ ജീവിതത്തിൽ ചുരുങ്ങിയത് ഒരു 100 പ്രാവശ്യമെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നല്ല സ്വാലിഹത്തായ സന്താനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകും. മാത്രമല്ല മഴ ലഭിക്കുവാൻ വേണ്ടിയിട്ടും നമ്മൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ധാരാളം ചൊല്ലുക. ഇത് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ആലിമ്രാൻ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ 3ാമത്തെ സൂറത്താണ്. ഫാത്തിഹ കഴിഞ്ഞു, അൽ ബഖറ കഴിഞ്ഞു, പിന്നീട് 3ാമതായിട്ട് വരുന്ന സൂറത്താണ് ആലിമ്രാൻ സൂറത്ത്. ഇതിലെ 26, 27 ഈ 2 ആയത്തുകൾ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾ 1 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക. എന്നാൽ നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടുകയും ദാരിദ്ര്യമില്ലാതെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഇനി നിങ്ങൾ അവസാനമായിട്ട് ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആനിലെ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് നിങ്ങൾ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ 1 വട്ടം, കഴിയുന്നതും 1 വട്ടം ധാരാളം ഓതുന്നതാണ് ഏറ്റവും നല്ലത്. ചുരുങ്ങിയത് 1 വട്ടമെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ജീവിതത്തിൽ പതിവായി ഓതുക. ഈ സൂറത്ത് ജീവിതത്തിൽ പതിവാക്കിയാലും നമ്മുടെ ജീവിതത്തിൽ കടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകില്ല. കടങ്ങൾ നമുക്ക് പെട്ടെന്ന് വീടിക്കിട്ടും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ കാര്യങ്ങളിൽ ഒന്ന് നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കടങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകില്ല, സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. എന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ ദിവസവും പതിവായി ചെയ്യാൻ സാധിച്ചാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നൽകും, കടങ്ങൾ വീടും, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ബറക്കത്ത് നൽകും, നല്ല സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകും, എല്ലാ കാര്യത്തിലും കാവൽ നൽകും, ദുനിയാവിലും ആഖിറത്തിലും. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ വിജയമായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് എല്ലാവരും ഇത് ജീവിതത്തിൽ മറക്കാതെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമുക്ക് കടത്തോടുകൂടിയുള്ള മരണം നമുക്ക് നൽകാതിരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടങ്ങൾ വാങ്ങാനുള്ള ഒരു മനസ്സും നമുക്ക് നൽകാതിരിക്കട്ടെ. സാധുക്കളായ നമ്മുടെ എല്ലാ കടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ കാണിച്ചു തരട്ടെ. അങ്ങനെ നമ്മുടെ കടങ്ങൾ വീടുകയും സാമ്പത്തിക ബുദ്ധിമുട്ട് തീരുകയും നല്ല സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കുവാനും ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.